ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ദേശവിളക്കിന് പോകാൻ നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ അവിടുത്തെ ദേശവിളക്കാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അച്ചമ്മയുണ്ട്, അച്ചമ്മയും തങ്കമ്മായി ഉണ്ട്. തങ്കമ്മായി ഉണ്ണീൻ്റെ അടുത്തിട്ട് മുൻപിൽ നടക്കുന്നുണ്ട്. വൃശ്ചിക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും സ്വാമിമാരുടെ അയ്യപ്പൻ വിളക്കിൻ്റെയൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ അയ്യപ്പൻ വിളക്ക് വരുന്നത് അവസാനത്തേക്കാണ്. പിന്നെ ഇന്ന് ഏട്ടന് പണിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോകണത്. അല്ലെങ്കിൽ ഏട്ടൻ ഉണ്ടെങ്കിൽ ഏട്ടൻ വണ്ടിയിൽ കൊണ്ടാക്കി തന്നെ. എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് ഒരു വൈബല്ലേ, ഇതൊരു രസമല്ലേ. അങ്ങനെ ഞാനും തങ്കമ്മായി ഉണ്ണിയും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് വേഗം നടന്നു. എന്നിട്ട് ബാക്കിലേക്ക് അച്ചമ്മേനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ചമ്മേനെ കാണാൻ തന്നെ ഇല്ല. പിന്നെ പാടത്തിൻ്റെ നടുക്ക് കൂടെ ഒരാളിങ്ങനെ വരുന്നു. അച്ചമ്മ ഞങ്ങളുടെ എത്രയോ ബാക്കിലാണ്. അച്ചമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് മെല്ലെ വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആടിപ്പാടി സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടെയാണ് അയ്യപ്പൻ വിളക്ക് നടക്കണം. ഞങ്ങളങ്ങനെ വേഗം ചെരുപ്പൊക്കെ ഊരിയിട്ട് വേഗം അവിടേക്ക് കയറാൻ നോക്കി. ഇവിടെ തൊട്ട് തന്നെ കേട്ടോ ശിവക്ഷേത്രം. നമ്മുടെ വേട്ടേക്കര അമ്പലം എന്നാണ് പറയുക. ഈ വഴി കൂടെയാണ് വേട്ടേക്കര അമ്പലത്തേക്ക് പോവുക. നമ്മളവിടെ എത്തിയപ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് കുടിയിരുത്തലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം ഓടിപ്പാഞ്ഞ് വന്ന്. പക്ഷെ നമ്മൾ വളരെ നേരത്തെ ആയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഇതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് എത്തുള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ കുടിയിരുത്തൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിരുന്നു. അപ്പോഴേക്ക് പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തൊഴുകാനൊക്കെ പോയി. ഞാൻ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് അങ്ങനെ എല്ലാവരും തൊഴുകലും കഴിഞ്ഞപ്പോഴേക്ക് കൊട്ടുണ്ടായിരുന്നു. കൊട്ട് തുടങ്ങിയപ്പോഴേക്ക് ചൂസിന് പവറായി. ഇച്ചൂസ് പിന്നെ ചെണ്ടമേളത്തിൻ്റെ താളം കൊട്ടലും ഇതൊക്കെയായിരുന്നു. ക്യാമറ കൊടുന്നപ്പോൾ പിന്നെ അത് നിർത്തി. ഇതാ അവൻ്റെ അച്ഛമ്മയാണ് കേട്ടോ, അവിടുത്തെ അച്ഛൻ്റെ പെങ്ങളാണ്. അതാണ് മടി കയറിയിരിക്കുന്നത്. അങ്ങനെ കൊട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഇങ്ങനെ അമ്പലങ്ങളിലത്തെ ഇങ്ങനത്തെ പരിപാടിയുടെയൊക്കെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോന്നു.